മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയ വർഷം തന്നെ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് നടൻ ടൊവിനോ തോമസ് കുട്ടിക്കാലം മുതൽ ആരാധിച്ച് കലാകാരന്മാരോടൊപ്പം തന്നെ അവാർഡ് ലഭിച്ചതിനെ വലിയ ഭാഗ്യമായി കരുതുന്നു. ഇനിയും കൂടുതൽ അധ്വാനിക്കാനുള്ള ഊർജം പകരുന്നതാണ് ഇതെന്ന് ഈ പുരസ്കാരങ്ങൾ എന്നും ടൊവിനോ പറയുന്നു. 2024 മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിനാണ് ടൊവിനോ തോമസ് അർഹനായിരുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ടൊവിനോ തോമസ് ഒരു യാത്രയിലായിരുന്നു. ഇപ്പോൾ ആ യാത്ര ഇപ്പോൾ മംഗളൂരുവിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. വലിയൊരു പുരസ്കാരമാണ് തേടിയെത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇത് തീർച്ചയായിട്ടും നമ്മൾ കലാരംഗത്തുള്ള ഒരാൾക്ക് കിട്ടുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ അത് ഓഡിയൻസിൻ്റെ നിന്ന് കിട്ടുന്ന റെസ്പോൺസസും ഇതുപോലുള്ള അവാർഡ്സും തന്നെയാണ് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജ്ജം അല്ലെങ്കിൽ ശക്തി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സ്പെഷ്യലാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇത്തരം ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര വാല്യുബിളാണ്. ഒരുപാട് സന്തോഷം. അതും ഷെയർ ചെയ്തിട്ടുള്ളത്, അതായത് ഇത്തവണത്തെ ആ അവാർഡ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വളരെ പ്രഗത്ഭരായിട്ടുള്ള, നമ്മൾ ആരാധിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷം. അതും 2024 അവാർഡ്സ് ആയത് കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, മലയാള സിനിമ 2024 ഗോഡ് മോഡിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു അവാർഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഈവൻ മോർ ടഫർ എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇത്തവണ ചാത്തനായെത്തിയ മമ്മൂക്കയ്ക്കാണ് അവാർഡ്. ഇനി മറ്റൊരു ചാത്തനെയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. മൈക്കിളെപ്പെത്തും. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സമയം തീർച്ചയായിട്ടും എടുക്കും. ഇപ്പോൾ നമ്മളൊരു തിരക്കിട്ട് എന്തായാലും അതിലേക്ക് പോകില്ല. കാര്യം നല്ല പണിയുള്ള സിനിമയായിരിക്കും. ഞങ്ങൾ ടച്ചിലുണ്ട്, ഞങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ARM അതുപോലെ തന്നെ മലയാളികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു ചലച്ചിത്രമാണ്. മണിയൻ തിരിച്ചു വരുമോ? അതാണ് എല്ലാവരുടെയും സംശയം. ഇപ്പോൾ തിരിച്ചു വരേണ്ടി വന്നാൽ വരണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. അങ്ങനത്തെയും ചർച്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചാൽ ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ ആയതിനു ശേഷം തുടങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ ആൾക്കാർക്ക് അറിഞ്ഞാൽ അതിൻ്റെ ഒരു കൗതുകം അവർക്ക് നിലനിൽക്കുള്ളൂ എന്ന് തോന്നുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ആസിഫ് അലി. ARMഉം കിഷ്കിണ്ട കണ്ടു ഒരേ സമയത്ത് ഇറങ്ങുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നു. അത് ഏറെ ചർച്ചയാവുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനും ഒപ്പം അവാർഡുണ്ട്. അതെ, അത് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന് ശേഷം വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. അപ്പോഴും ഇതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരേ ദിവസം ഇറങ്ങിയ 2 സിനിമകൾ, അത് രണ്ടും തിയേറ്ററിൽ സക്സസ്ഫുള്ളായി ഒക്കെ ഉണ്ട്. അതേ സിനിമയ്ക്ക് വേണ്ടി ഒരേ ദിവസം നമുക്ക് ഒരേ അവാർഡ് കിട്ടുന്നു, സ്പെഷ്യൽ ജൂറി മെൻഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത്. അത് എന്താ പറയുക, ഇത്രയും സിനിമകൾ ഇറങ്ങി അതിൽ ഇത്രയും ഗ്രേറ്റ് പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്പെഷ്യൽ ജൂറി മെൻഷൻ തന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? പുതിയത് കുറച്ചുണ്ട്. പള്ളിച്ചട്ടമ്പി ഓൾമോസ്റ്റ് തീർന്നു. ഇനി അടുത്ത പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ അത് വഴിയെ അറിയിക്കാം. ഓക്കെ. എന്തായാലും പുതിയ ചലച്ചിത്രങ്ങൾ, പുതിയ വിജയങ്ങൾ ടൊവിനോ തോമസിനുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.